ഈ വീഡിയോയിൽ മുഴുവനായിട്ടും വയനാടിൻ്റെ ഒരു ചിത്രമാണ് കാണുന്നത്. നമ്മൾ KSRTCയിലായിരുന്നു വയനാട് കാണാൻ പോയത്. വളരെ മനോഹരമായ വയനാടൻ ദൃശ്യങ്ങളാണിത്. പൂക്കോട്ട് തടാകത്തിൻ്റെ അരികിലൂടെയുള്ള യാത്രയാണിത്. വളരെ മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മൾക്ക് വയനാട് ആസ്വദിക്കാൻ സാധിച്ചു. സത്യത്തിൽ പറഞ്ഞാൽ പ്രകൃതിയിലെ ഒരു സൗന്ദര്യ റാണി തന്നെയാണ് വയനാട്. പിന്നെ നമ്മൾ പൂക്കോട്ട് തടാകം കഴിഞ്ഞ് ബാണാസുര സാഗർ കാണാൻ പോയി. അതിനുശേഷം കുറുവ ദ്വീപ് കണ്ടു. അതിനുശേഷം ഒരു ജംഗിൾ റൈഡ് നടത്തി. ആ ജംഗിൾ റൈഡ് വളരെ ഹൃദ്യമായ ഒരു അനുഭവമായിരുന്നു. ആ ജംഗിൾ റൈഡിൽ നമ്മൾക്ക് ആനക്കൂട്ടങ്ങളെയും മാൻകൂട്ടങ്ങളെയും അതേപോലെ ഒരുപാട് സൗന്ദര്യം ആസ്വദിക്കാൻ സാധിച്ചു. പ്രകൃതിയുടെ ഒരു വരദാനമാണ് വയനാടിൽ ഇത്രമാത്രം സൗന്ദര്യങ്ങളുടെ ഒരു കലവറയാണ് വയനാടിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. ഈ കുറുവ ദ്വീപും പിന്നെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യമൊക്കെ വളരെ മനോഹരമായിരുന്നു. ഏറെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു. ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ് വയനാടൻ യാത്ര. അപ്പോൾ ഏവരും കാണേണ്ട ഒരു സ്ഥലം കൂടിയാണ് വയനാട്. ഇതിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഇതൊക്കെ ആസ്വദിച്ച് എങ്ങനെ പ്രകൃതിയുടെ വിരിമാറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജീവിതത്തിന് ഒരുപാട് അർത്ഥവും വ്യാപ്തിയും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് തോന്നും. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ KSRTCയിൽ നമ്മൾ വയനാട് കാണാൻ പോയത്. പക്ഷെ അതൊരു ഭയങ്കരമായ അനുഭവമായിരുന്നു. കാരണം ഈ വയനാടിൻ്റെ തണുപ്പും തലോടലും തണലും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നല്ല ശുദ്ധമായ വായു ശ്വസിച്ചുകൊണ്ട് യാത്ര ഭയങ്കരമായ ഒരു അനുഭൂതിദായകം തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങളും എപ്പോഴെങ്കിലും വയനാട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ KSRTCയിൽ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളെ സ്വന്തം വാഹനത്തെക്കാളും ഏറ്റവും ഉചിതമായിട്ടുള്ളത് KSRTC യാത്രയാണ്. കാരണം നല്ല ഒരു തുറന്ന വാഹനത്തിൻ്റെ ഒരു ഫീലിങ്സാണ് KSRTCയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം എല്ലാവരും യാത്രക്ക് KSRTC ആശ്രയിക്കണം തന്നെയാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത്. അത്രക്കും സുഖകരമായ ഒരു അനുഭവമായിരുന്നു. അതേപോലെ ഈ ബസ്സിൻ്റെ സൈഡ് സീറ്റുകളിലും ഫ്രണ്ട് സീറ്റുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ് യാത്ര ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയിൽ പ്രകൃതിയുടെ ആ ഒരു വയനാട് എന്ന സൗന്ദര്യ റാണിയുടെ എല്ലാ അഭൗമ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ടും ആനന്ദിച്ചുകൊണ്ടും ആഹ്ലാദിച്ചുകൊണ്ടും യാത്ര തുടരാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. അപ്പോൾ പറഞ്ഞത് തന്നെ പറയുന്നില്ല എങ്കിലും ഈ വയനാടൻ യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രക്കും ഭയങ്കരമായൊരു സുഖം, പ്രകൃതിയുടെ ഒരു വരദാനം തന്നെയാണ് വയനാട്. തണുപ്പും ആ ഒരു സുഖവും ശീതളിമയൊക്കെ ആസ്വദിക്കാൻ സാധിച്ചു. അതോടൊപ്പം എൻ്റെ ഊര് എന്ന് പറയുന്ന ഒരു സ്ഥലം, എന്നൂര് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയും അങ്ങനെ നമ്മുടെ കുറിച്യരുടെയും അവർ ആ കുറുമ്പരുടെയും പഴശ്ശിരാജയുടെ ഒളിപ്പോർ യുദ്ധങ്ങളെയൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്ഥലം നമുക്ക് അത് ഭയങ്കരമായിട്ട് നമ്മളെ മനസ്സിലെ ചരിത്രപരമായ പ്രാധാന്യങ്ങളൊക്കെ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ എന്നൂര് എന്ന് പറയുന്ന സ്ഥലം. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ വിഷ്ണുഭട്ടിൻ്റെ അയൽവാസി ആയതുകൊണ്ട് പാട്ട് പഠിക്കാൻ
സൗന്ദര്യം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ല സാഹിത്യവാസനകൾക്കൊക്കെ മനസ്സിൽ ഏറെ സന്തോഷത്തോടു കൂടി യാത്രയെ എല്ലാ അർത്ഥത്തിലും ഒരു ദിവസം 2 ദിവസം കാണാൻ സാധിക്കില്ല. ദിവസം എടുത്തുകൊണ്ട് തന്നെ മനസ്സിനെ റിലാക്സാക്കാനും പ്രകൃതിയുടെ ആഴങ്ങളിലേക്കും ആ തണുപ്പിലേക്കും പന്തിലേക്കും സൗന്ദര്യത്തെ എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കാൻ ഏറ്റവും നല്ലൊരു ഭൂമി കൂടിയാണ് എൻ്റെ യാത്രയാണ്. ഒരുപാട് ആൾക്കാർ കണ്ടതാവും എൻ്റെ ജീവിതത്തിൽ ഒരു വല്ലാത്തൊരു 2 ദിവസമായിരുന്നു വയനാട്. അതിലെല്ലാം എനിക്ക് പകർത്താൻ സാധിച്ചില്ല. കുറച്ച് നമ്മുടെ ശ്രീജ ടീച്ചറെ മകൻ സൃഷ്ടിക്കുന്നത്. അപ്പൊ അവൻ സ്വന്തമായിട്ട് എഴുതിയ ഒരു കവിതയാണ് ഇനി അവതരിപ്പിക്കുന്നത്. അന്നേ മഴയും ഭൂമിയും. പണ്ടൊരു ചാറ്റൽ മഴ പെയ്തു, അതിനെ മുതിർന്നവർ മാറ്റി നിർത്തി. വലിയ മഴ പെയ്യാൻ വെള്ളമില്ല, മഴയും ഭൂമിയും അന്തം വിട്ടു. അന്തം വിട്ട മഴയും ഭൂമിയും പെട്ടെന്നൊന്ന് ഞെട്ടിപ്പോയി. അതാ വരുന്നു വലിയൊരു പ്രളയം, അതാ വരുന്നു വലിയൊരു പ്രളയം. സാധിച്ചു എന്നുള്ളതാണ്. യാത്രകൾ വയനാട്ടിൽ പോയി ഇനിയും കുറേ കാണാനുണ്ട് ഇവിടെ. ഒരു ദിവസം കൊണ്ടൊന്നല്ല, ഒരു മാസമോ ഒരു 5 or 6 ദിവസം, ശരിക്കും പറഞ്ഞാൽ ഒരു 10 ദിവസം അവിടെ താമസിച്ച് കാണാൻ മാത്രം ഉള്ള ഒരു കലവറ കൂടിയാണ് വയനാട് എന്നുള്ളതാണ് ചെറിയ ഈ വീഡിയോയിൽ കൂടെ എനിക്ക് പറയാനുള്ളത്. ആ മഞ്ഞും മലയും കുന്നും പ്രകൃതിയും പക്ഷികളുടെ കളകളാരവങ്ങളും പുഴയുടെ മനോഹരമായ ഒഴുക്കും നമ്മുടെ മനസ്സിൽ പ്രണയവും സ്നേഹവും കവിതയും ജീവിതത്തോടുള്ള അതിയായ ആഗ്രഹങ്ങളും ആ ഒരു ഒക്കെ നമ്മളെ മനസ്സിൽ നിറക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വയനാട്. ഇപ്പോൾ ഈ കാണുന്നത് എന്നൂർ പറയുന്ന സ്ഥലമാണ്. അവിടുത്തെ ആദിവാസി കുറിച്യർ വിഭാഗത്തിൻ്റെ ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് അവിടുത്തെ വീടുകളും അന്തരീക്ഷവും ചുറ്റുപാടും. അതുപോലെ നമുക്ക് അവിടുത്തെ വീടുകളും പഴശ്ശിരാജയും കുറിച്യരെയും കുറുമ്പരെയൊക്കെ നമ്മൾ ചരിത്ര പ്രാധാന്യത്തോട് ഓർക്കാൻ സാധിക്കുന്നു.